കോഴിക്കോട് ബേപ്പൂർ സ്റ്റേഷനിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രൊബേഷൻ എസ്ഐക്ക് സ്ഥലമാറ്റം. ജില്ലാ സായുധ ആസ്ഥാനത്തേക്കാണ് മാറ്റം. പരിക്കേറ്റ ബേപ്പൂർ സ്വദേശി അനന്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു. രാഹുൽ കെ ബി വിവരങ്ങൾ നൽകും. രാഹുൽ, നേരത്തെ ഈ റിപ്പോർട്ടിൽ അനന്തു പറയുന്നതൊക്കെയും കേട്ടിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് നടപടി ഉണ്ടാകുന്നത് എസ്ഐക്കെതിരെ? പക്ഷേ ഈ സംഭവത്തിൽ പ്രൊബേഷൻ എസ്ഐക്കെതിരെ DCP റിപ്പോർട്ട് തേടിയിരുന്നു. തുടർന്ന് ഫറോക്ക് ACP അന്വേഷിച്ച റിപ്പോർട്ട് നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിട്ടുള്ളത്. ജില്ലാ പോലീസ് സായുധ ആസ്ഥാനത്തേക്കാണ് എസ്ഐക്ക് മാറ്റം. തീവ്ര പരിശീലന വിഭാഗത്തിനായി മാറ്റുന്നുവെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് അനന്തുവിനെ എസ്ഐയുടെ നേതൃത്വത്തിൽ മർദ്ദനമേറ്റതായി പരാതിയുള്ളത്. പോലീസ് പെട്രോളിങ്ങിനിടെ ബേപ്പൂരിൽ വെച്ചാണ് ഈ അനന്തു അടക്കം 3 യുവാക്കളെ പോലീസ് സംശയാസ്പദമായ നിലയിൽ കണ്ടതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. പിന്നീട് ഇവരോട് സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. പോലീസിനെ കണ്ട ഉടനെ ഒരു യുവാവ് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തിരുന്നു. യുവാവിനെ കൂട്ടി സ്റ്റേഷനിലേക്ക് വരാനാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ യുവാവ് ഇല്ലാതെ അനന്തു സ്റ്റേഷനിലേക്ക് വന്നു. അതിന് പിന്നാലെ ഈ പ്രൊബേഷൻ എസ്ഐയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചെന്ന പരാതിയായിരുന്നു. സാരമായി പരിക്കേറ്റ അനന്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും കുടുംബം പരാതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും പ്രൊബേഷൻ എസ്ഐ ധനീഷിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം ഫറോക്ക് ACPയുടെ അന്വേഷണം ഉണ്ടാവും എന്നുകൂടിയാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുക. അക്ഷയ്. ശരി, രാഹുൽ കെ വിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.